കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തെക്കുപടിഞ്ഞാറൻ ഇറാനിൽ വെച്ച് അമേരിക്കയുടെ അത്യാധുനിക F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനം തകർന്നു വീണ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. വിമാനം വെടിവെച്ചിടുവാൻ ഇറാന് ലഭിച്ചത് ചൈനീസ് നിർമ്മിത മിസൈലായിരിക്കാമെന്ന നിഗമനത്തിലാണ് US അന്വേഷണ ഉദ്യോഗസ്ഥർ. തോളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന ചൈനീസ് നിർമ്മിത ഷോൾഡർ ഫയർഡ് മിസൈലാണ് ഇതിനായി ഉപയോഗിച്ചതെന്നാണ് US മാധ്യമമായ NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കിടയിൽ ശത്രുക്കളുടെ ആക്രമണത്തിൽ ഒരു അമേരിക്കൻ യുദ്ധവിമാനം തകർക്കപ്പെടുന്നത് ഇതാദ്യമായാണ്. സംഭവത്തെക്കുറിച്ച് US ഔദ്യോഗികമായി അന്വേഷണം തുടരുകയാണെങ്കിലും പുറത്തുവരുന്ന വിവരങ്ങൾ ചൈന-US ബന്ധത്തെ കൂടുതൽ വഷളാക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അപകട സമയത്ത് വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റും വെപ്പൺ സിസ്റ്റം ഓഫീസറും കൃത്യസമയത്ത് ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടിരുന്നു. വിമാനം തകർന്നു വീണയുടൻ തന്നെ പൈലറ്റിനെ 7 മണിക്കൂറിനുള്ളിൽ US സൈന്യം സുരക്ഷിതമായി കണ്ടെത്തി. എന്നാൽ വെപ്പൺ ഓഫീസർ ഇറാനിലെ സാഗ്രോസ് പർവ്വതനിരകളിൽ 2 ദിവസത്തോളം ഒളിച്ചിരുന്ന ശേഷമാണ് US രക്ഷാപ്രവർത്തകരുടെ അടുത്തെത്തിയത്. ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണുവെട്ടിക്കുവാൻ ശേഷിയുള്ള അത്യാധുനിക വിമാനങ്ങളെപ്പോലും തിരിച്ചറിയുവാൻ കഴിയുന്ന YLC-8B എന്ന റഡാർ സംവിധാനവും ചൈന ഇറാന് കൈമാറിയിട്ടുണ്ടെന്നാണ് US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സംശയം. എന്നാൽ കഴിഞ്ഞ മാസത്തെ സംഘർഷത്തിൽ ഈ റഡാർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം അമേരിക്കയുടെ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി പ്രതികരിച്ചു. സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ അന്താരാഷ്ട്ര നിയമങ്ങളും നിയന്ത്രണങ്ങളും ചൈന കർശനമായി പാലിക്കുന്നുണ്ടെന്നാണ് ബെയ്ജിങ്ങിന്റെ വാദം. ഇറാൻ പ്രതിസന്ധി പരിഹരിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ചൈനയുടെ സഹായം തേടുന്നതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും.